ഇതൊക്കെ എന്ത് ഈസി അല്ലേ എന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ കയറിയ ആളാണ് കേട്ടോ ഞാൻ. പക്ഷേ ഇത് ഇങ്ങനെ അട്ടർ ഫ്ലോപ്പ് എങ്ങനെയായെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ ഫ്ലോപ്പ് ആയാലും നല്ല അടിപൊളി ഐറ്റായിട്ട് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മളെ ബനാന കേക്ക്. അപ്പോൾ പുറം ഭാഗമെല്ലാം കണ്ടിട്ട് നല്ല കറുത്ത 3 പഴം എടുത്തിട്ട് ഇതേപോലെ സ്മാഷ് ആക്കി. ഇനിതാ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് ബട്ടർ പിന്നെ 1/2 കപ്പ് പാലെല്ലാം ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിന് 2 മുട്ട ഞാൻ പിന്നെ 1/2 ടീസ്പൂൺ വാനില എസെൻസ്. ഇത് വേറൊരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെഷർമെൻറ്റ് കറക്റ്റ്. ഇങ്ങനത്തെ എല്ലാം ബേക്കിംഗ് ഐറ്റം എല്ലാം ചെയ്യുമ്പോൾ മെഷർമെൻറ്റ് നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യണം. ഇതിപ്പം ആ ഒരു മെഷർമെൻറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ലത്. പിന്നെ പുറം ഭംഗിയാണ്ടിട്ട് ഉള്ളു വിലയിരുത്തരുത് എന്ന് പറയുന്നില്ലേ, അത് കറക്റ്റാണ് കേട്ടോ. അത് മനുഷ്യന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല ഇതേപോലത്തെ പഴത്തിൻ്റെ കാര്യത്തിലും ശരിയാണ്. ഞാൻ നല്ല തൊലി കറുത്തെന്ന് വിചാരിച്ചെടുത്ത പഴമാണ്, പക്ഷെ ഉള്ളത്ര പഴുത്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് ഫൈനലി ഇത് ബേക്കായി വന്നപ്പോൾ ഇല്ല അവസ്ഥയാണ് കേട്ടോ. ഇങ്ങനെ ഇത് 3/4 മണിക്കൂർ പോയിട്ട് 1 മണിക്കൂർ വെച്ചിട്ട് പോലും ആ ഒരു ബനാന കേക്കിൻ്റെ ഏടും വന്നിട്ട്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റുള്ള കായ്പോളായിരുന്നു കേട്ടോ. നമുക്ക് ആദ്യം ഒരു വിഷമമായി, പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കളയേണ്ടി വന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു സന്തോഷമായി. എന്തെങ്കിലും ആയിട്ടൊന്നും തിന്നാനില്ല ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയാണ്. ബൈ ബൈ.